ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം തെന്നലിൻ തഴുകലെന്നോർത്തുപോയി ഞാൻ. ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം തെന്നലിൻ തഴുകലെന്നോർത്തുപോയി ഞാൻ. ഹേ ഗായ്സ്, വെൽക്കം ടു ഡി വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഇന്നത്തെ വീഡിയോയ്ക്ക് ഇൻട്രോ ഇല്ല. ഞാൻ ആ തിരക്കിൽ സത്യം പറഞ്ഞാൽ വിട്ടുപോയി. തിരക്കെന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഞാനിപ്പോൾ രാവിലെയാണ് ഈ കാണുന്നത്. രാവിലെ എന്ന് പറഞ്ഞാൽ വെറും രാവിലെ അല്ല കേട്ടോ, രാവിലെ 4 മണിക്ക് എണീറ്റിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണേ. കുറേ ആയി തോന്നുന്നു ഞാനൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. സത്യം പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക, അത് എഡിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വലിയ മെനക്കേടുള്ള പണിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ മടിച്ചിരിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടാനായിട്ട്. പിന്നെ കുറേ പേരിങ്ങനെ ചോദിക്കുന്നത് കണ്ടു. അപ്പോൾ എന്തായാലും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആവാമെന്ന് വിചാരിച്ചു. രാവിലെ 4 മണിക്ക് എണീറ്റതിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആശയ്ക്ക് ഇപ്പോൾ ഡ്യൂട്ടി 6 മണിക്കാണ്. അപ്പോൾ ഇവിടുന്ന് 5 മണിയാകുമ്പം പോകണം. അപ്പോൾ 4 മണിക്ക് എണീറ്റ് എല്ലാം റെഡിയാക്കുന്നു. പിന്നെ അമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ്. അപ്പോൾ ദോശയ്ക്ക് ചട്നി ഉണ്ടാക്കുവാണ് കേട്ടോ. എപ്പോഴും ഈ മുളക് പൊടി ഇട്ട് അങ്ങനെ ചട്നി കഴിച്ച് മടുത്തു. അപ്പോൾ എനിക്കിങ്ങനെ മുളക് ചുട്ടിട്ടുള്ള അരയ്ക്കുന്ന ചട്നി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കതേ ഇഷ്ടമുള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എരിവ് കൂടുതലാവുമെന്നൊന്നും അറിയില്ല. എരിവ് കൂടിയാൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും. എനിക്ക് മീൻസ് എനിക്ക് ഒരു പ്രശ്നമല്ല, അശ്വിക്ക് ഒരു പ്രശ്നമാണ്. ഞാൻ ശരിക്കും ഇങ്ങനെ അല്ലായിരുന്നു ചെയ്യാറ്. ഒരു ചട്ടിയിൽ ഇങ്ങനെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ആ മുളകൊന്ന് ജസ്റ്റ് വറുത്തെടുക്കുകയായിരുന്നു ചെയ്യാറ്. ഇതിപ്പോൾ ഈ ഐഡിയ ഇന്ന് അമ്മ പറഞ്ഞതാണ് കേട്ടോ. കത്തിൻ്റെ മേലെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ തീയിലിങ്ങനെ ചുട്ടെടുക്കുക എന്നുള്ളത്. ശരിക്കും അതാണ് എളുപ്പപ്പണി. അപ്പോൾ അങ്ങനെ ചട്നി അവിടെ ഏതാണ്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. എരിവ് അധികമായോ എന്തായാലും കുഴപ്പമില്ല, ഒരു ദിവസമല്ലേ. ഇനി ഒരു വറവും കൂടെ ഇട്ടാൽ ചട്നി റെഡി. പിന്നെ ദോശ ഉണ്ടാക്കണം. കൊണ്ടുപോകാനാണെങ്കിൽ വെജിറ്റബിൾസും പിന്നെ ചിക്കനും ആണ് കേട്ടോ കൊണ്ടുപോകാറ്. അപ്പോൾ വെജിറ്റബിൾസ് ഞാൻ നേരത്തെ വെള്ളത്തിലെടുത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് അതിന് കുറച്ച് കഴിയുമ്പോൾ കഴുകി കട്ട് ചെയ്ത് വെക്കണം. പിന്നെ ചിക്കൻ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ രാത്രി ഉണ്ടാക്കി വെക്കും കേട്ടോ. അല്ലെങ്കിൽ രാവിലെ എണീറ്റ് എല്ലാം കൂടെ ആവില്ലല്ലോ വിചാരിച്ച് ചിക്കൻ ഞാൻ രാത്രി ഉണ്ടാക്കി വെക്കും. എളുപ്പപ്പണിയാണ്. പിന്നെയെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യമാണെങ്കിലും ഇത്രയും രാവിലെ ഒന്നും നമ്മുടെ ഇഷ്ടം പോലെ ഒന്നും കഴിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു ഇതും പിന്നെ അശ്വിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ 3 ദോശയെ കഴിക്കുള്ളൂ. അതുകൊണ്ട് 3 ദോശ ഉണ്ടാക്കി. പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ലെമണും ആക്കിയിട്ട് അത് കുടിക്കാറുണ്ട്. അങ്ങനെ അതും കുടിച്ചു. അങ്ങനെ ഞാൻ വെജിറ്റബിൾസ് കഴിയുന്നതിന് ഇടയ്ക്ക് ഒരാൾ മെല്ലെ വന്ന് എന്നെ പേടിപ്പിക്കാൻ നോക്കിയതായിരുന്നു. ചീറ്റിപ്പോയി. ഞാൻ തിരിഞ്ഞു നോക്കി. എനിക്ക് ചെറുതായിട്ട് മനസ്സിലായി വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അശ്വി വരുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അശ്വിത ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. പിന്നെ പാൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് രാവിലെ എണീക്കുമ്പോൾ വിശപ്പുണ്ടാവേ, പക്ഷേ വിചാരിക്കും പോലെ ആ ഒരു വിശപ്പിനനുസരിച്ച് അങ്ങോട്ട് കഴിക്കാൻ പറ്റും. വേറൊരു കാര്യം, രാവിലെ ഇങ്ങനെ 2 വട്ടം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് ഞാനധികം പ്രോത്സാഹിപ്പിക്കാറില്ല. അതായത് എന്നെ തന്നെ കേട്ടോ. എന്തിനാ നമ്മൾ വെറുതെ അറിഞ്ഞുകൊണ്ട് തടി കൂട്ടുന്നത്? എനിക്കിപ്പോൾ ആവശ്യത്തിനുള്ള തടിയുണ്ട്. അപ്പോൾ 2 വട്ടമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതുകൊണ്ട് ഞാൻ അത്രയും വിശക്കുന്നുണ്ടെങ്കിൽ അശ്വി പോയി കഴിഞ്ഞിട്ട് ലൈറ്റായിട്ട് ഞാനും ഒരു ദോശ കഴിക്കും. അശ്വി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. ഇനി ഞാൻ എനിക്കുള്ള ചട്നി ഉണ്ടാക്കാൻ പോവാണ്. തക്കാളി ചട്നി. അതിന് തക്കാളി, ചെറിയുള്ളി, പച്ചമുളക്, കുറച്ച് പുളി, ഉഴുന്ന്, പിന്നെ കറിവേപ്പില, ഇത്രയും മതി കേട്ടോ. അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഉഴുന്നിടുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് കുറച്ച് ഒരു 1-2 മിനിറ്റ് ഒന്ന് അങ്ങനെ ഇളക്കിയിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് പുളിയും ഇട്ട് തക്കാളിയും ഇട്ട് നന്നായി വഴറ്റി പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് ഉപ്പും ചേർക്കണേ. അത് ഞാൻ വിട്ടുപോയി പറയാനായിട്ട് കാണിക്കാനും. അപ്പോൾ എന്നിട്ട് പിന്നെ അത് നല്ലോണം തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഈ ഒരു ചട്നി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഈ ചട്നി ഉണ്ടെങ്കിൽ എനിക്ക് ദോശയും ഇഡ്ഡലിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സാധാ തേങ്ങാ ചട്നി ആണെങ്കിൽ വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് അവിലൊക്കെ എടുത്ത് കഴിച്ച് ചെറിയൊരു വിശപ്പ് അടക്കാൻ വേണ്ടി പിന്നെ പോയി കിടന്ന് കുറച്ച് കഴിഞ്ഞ് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കുറച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാനൊരു 8:30-9 മണിയൊക്കെ ആവും കേട്ടോ എണീക്കാൻ. എന്നിട്ട് പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു.
രാവിലെ തന്നെ കുളി കഴിഞ്ഞപ്പോൾ ആശ്വാസമായി. ഇനി നമുക്ക് സ്കിൻ കെയറിലോട്ട് കിടക്കാം. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്യൂർ സ്കിൻ്റെ പ്രോഡക്റ്റ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ക്യൂർ സ്കിൻ എന്ന് പറയുന്നൊരു ആപ്പാണ്. അത് നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ വരും. പേര്, ഏജ്, ജെൻഡർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത് ഹെയർ റിലേറ്റഡും ഉണ്ട്, സ്കിൻ റിലേറ്റഡും ഉണ്ട്. അപ്പോൾ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മൾ അവരൊരു ചാറ്റ് ചെയ്യാനുള്ളൊരു പേജിലോട്ട് പോകും. അപ്പോൾ അവിടെ നമ്മുടെ പ്രോബ്ലംസ് അവർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മൾ അതിനൊക്കെ കറക്റ്റ് ആൻസർ ചെയ്യുക. അങ്ങനെ കുറേ ചോദിച്ച് എന്താ പറയുക. പിന്നെ സ്കിൻ റിലേറ്റഡ് ആണെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ ഒരു ഫ്രണ്ട് ഫേസും സൈഡ് ഫേസും ഫോട്ടോ ചോദിക്കും. അപ്പോൾ അത് കൊടുക്കുക. അത് നിങ്ങൾ ഫോട്ടോ ഒക്കെ ചോദിക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു പേടി ഉണ്ടാവും, സെക്യൂർ ആണോ ഒക്കെ ഉള്ളത്. അങ്ങനത്തെ ഒരു പേടിയൊന്നും വേണ്ട. 100% സെക്യൂർ ആയിട്ടുള്ളൊരു ആപ്പാണ്. പിന്നെ ഇതിലുള്ളതെല്ലാം 100% സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ഡെർമറ്റോളജിസ്റ്റും ഒക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പേടി വേണ്ട. അങ്ങനെ നമ്മുടെ ഫോട്ടോ അയച്ചു കൊടുത്തതിന് ശേഷം അതും നമ്മുടെ ആൻസർ അവർ ചോദിച്ചതിനുള്ളതും നമ്മുടെ ഫോട്ടോയും എല്ലാം കൂടെ അനലൈസ് ചെയ്ത് അവർ നമുക്കൊരു കിറ്റ് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു കിറ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൽ എനിക്ക് 4 പ്രോഡക്റ്റ്സാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയ എന്തൊക്കെയാണെന്നും അതെങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ജെൻറ്റിൽ ക്ലെൻസ് ഫേസ് വാഷാണ്. ഇത് രാവിലെയും രാത്രിയും ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യുക. ജസ്റ്റ് ഒരു പമ്പേ എടുക്കാൻ പറയുന്നുള്ളൂ. എന്നിട്ട് ഫേസിലും നെക്കിലൊക്കെ നല്ലൊരു മസാജൊക്കെ കൊടുത്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം രാവിലെ വരുന്ന സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മിനറൽ സൺസ്ക്രീൻ ജെല്ലാണ്. ഇത് SPF 30 PA+++ ആണ്, 3+ ആണ്. ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ മോർണിംഗിലുള്ളൂ കേട്ടോ. ഇത് സാധാ സൺസ്ക്രീൻ പോലെ ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു പീ സൈസിൽ എടുക്കാൻ പറയുന്നുള്ളൂ. എന്നിട്ട് നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഒന്നല്ല 2 ഫേസ് വാഷ് ചെയ്യുക, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഈ 2 സ്റ്റെപ്പാണ് എനിക്ക് മോർണിംഗിൽ വരുന്നത്. പിന്നെ വരുന്നത് രാത്രിയാണ്. രാത്രി 2 പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാനുള്ളതുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ബരിയർ റീസ്ട്രക്ചർ ക്രീമാണ്. ഇതും സെയിം സ്റ്റെപ്പ് തന്നെ. ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക, അതിന് ശേഷം ഈ ഒരു ക്രീം ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതും ജസ്റ്റ് ഒരു പീ സൈസ് എടുക്കാൻ പറയുന്നുള്ളൂ. എന്നിട്ട് ഫേസിലും നെക്കിലും ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഡെയിലി യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. പിന്നെ വരുന്ന രണ്ടാമത്തതാണ് ഗ്ലൈക്കോ ക്ലിയർ ക്രീം. ഇതാണെങ്കിൽ ജസ്റ്റ് ഒരു അരിമണിയുടെ അത്രേ എടുക്കാൻ പറയുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഫേസിൽ ഡാർക്ക് സ്പോട്ട്സും ആക്നെ മാർക്സും പിമ്പിൾസ് കെയർസും ഓപ്പൺ പോർസും അങ്ങനെയുള്ള ഏരിയാസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഡെയിലി അപ്ലൈ ചെയ്യരുത്. എനിക്ക് വന്നിട്ടുള്ളത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ആണ്. അതായത് ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ്. എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു കിറ്റിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്, ഭയങ്കര നല്ല റിസൾട്ടൊക്കെ തരുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഈ ഒരു 4 പ്രോഡക്റ്റ്സ് എനിക്ക് 1499 ആണ് കിട്ടിയിട്ടുള്ളത്. അതും അപ് ടു 3 months വരെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വേറെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഇത്രയും ലാസ്റ്റ് ചെയ്യുന്ന ഇത്രയും 1499 ഇത്രയും സാധനം കിട്ടുക എന്ന് പറയുന്നത് അഫോർഡബിൾ ആണ്. നല്ലൊരു ഡയറ്റൊക്കെ പറഞ്ഞു തരും. മന്ത്ലി ചെക്കപ്പ് ഉണ്ടാകും. അത് നമ്മൾ മറന്നാലും അവർ നമുക്ക് മെസ്സേജ് അയച്ച് ഓർമ്മിപ്പിക്കും. അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് D100 എന്നുള്ള കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോകാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ പോയിട്ട്. രാവിലെ ഒന്നും കഴിക്കാതെയാണല്ലോ കിടന്നത്. ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് നുള്ളി കഴിച്ചിട്ടാണല്ലോ. അപ്പോൾ പെട്ടെന്നെല്ലാം ബാക്കിയെല്ലാം റെഡിയായി സെറ്റാക്കിയിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. ഇന്നാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എനിക്ക് കുറച്ച് ഉഷാറ് കൂടുതലുണ്ട് കേട്ടോ. കാരണം ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ച തക്കാളി ചട്നി തന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫേവറേറ്റ് ആണെന്ന്. അപ്പോൾ ദോശയ്ക്കാണെങ്കിൽ ചട്നി കൂട്ടി മടുക്കുകയും ചെയ്തു. പിന്നെ തക്കാളി ചട്നി ഉണ്ടെങ്കിൽ ഞാൻ എത്ര ദോശ വേണമെങ്കിലും കഴിക്കുന്നൊന്നല്ല, എന്നാലും പതിവിലും കൂടുതൽ കഴിക്കാറുണ്ട്. അങ്ങനെ ദോശയൊക്കെ കഴിച്ച് പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ചെടികളൊക്കെ വാടിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് നേരെ കിച്ചണിലേക്ക് പോയി. അമ്മ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അരി ഞാനിടാമെന്ന്. അരിയൊക്കെ അമ്മ എടുത്തു തന്നു. അങ്ങനെ ഞാനത് കഴുകി അരിയൊക്കെ ഇട്ടു. അരിയൊക്കെ എനിക്ക് ചോറ് വാർക്കാന്നൊക്കെ പറഞ്ഞാൽ പേടിയായിരുന്നു. ഞാൻ ചെയ്യാറുമില്ല, എൻ്റെ വീട്ടിൽ നിന്നായാലും ഇവിടെ നിന്നായാലും. പിന്നെ ഇടയ്ക്ക് ഇവിടെ ഒറ്റയ്ക്കൊക്കെ നിന്ന് തുടങ്ങിയാൽ പിന്നെ എല്ലാം പഠിച്ചു.
പിന്നെ ഇതാ ചേനയാണ് കട്ട് ചെയ്യുന്നത്. ഇതും എനിക്ക് ചേനയൊന്നും ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ചേനയൊക്കെ കട്ട് ചെയ്തത്. ഇത് ചേന പിടിച്ചാൽ കൈ ചൊറിയുമെന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. കട്ട് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി എനിക്ക് ഇതുവരെ ചൊറിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് ചേനയുടെ ഉപ്പേരിയായിരുന്നു. അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കലൊക്കെ അമ്മ ചെയ്തോളും, ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ നേരെ പോയി മുടിയിലെ കെട്ടൊക്കെ ഒന്ന് അഴിച്ച് കുടുക്കൊക്കെ പോക്കി. അതുപോലെ എന്നോട് ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ് മുടി ഇപ്പോൾ എന്തായി, എങ്ങനെയുണ്ട്, റെഡി ആയോ എന്നൊക്കെ. ഞാൻ കുറച്ച് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മുടിയുടെ ഒരു അവസ്ഥയെ പറ്റി. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഫുള്ളായിട്ട് റെഡി ആയി എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ ഇടയ്ക്കും തലയ്ക്കൊക്കെ സ്പാ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് പോകുന്നുണ്ട്. അതുപോലെ മുടി കൊഴിച്ചിൽ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ആ ഒരു ഭയങ്കര അൺകൺട്രോളബിൾ ആയിട്ടുള്ള ആ ഒരു മുടി കൊഴിച്ചിലൊക്കെ മാറിക്കിട്ടി. എനിക്ക് പറയാൻ തന്നെ പേടിയാണ് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി നാളെ തൊട്ട് വീണ്ടും അതേ അവസ്ഥയിലേക്ക് പോകും. ചില കാര്യങ്ങളൊക്കെ എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഐബ്രോസൊക്കെ ആകെ വൃത്തിയായി കിടക്കുമായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം എൻ്റെ സ്ഥിരം പരിപാടി ഇതാണ്. ഇവിടെ ഞാൻ ഇതുവരെ ത്രെഡ് ചെയ്തിട്ടില്ല കേട്ടോ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഞാൻ വെറുതെ ഒരു ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് നോക്കി. എനിക്കിങ്ങനെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ മടിയാണ്. പിന്നെ അപ്പോഴേക്കും ചോറ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കിച്ചണിൽ പോയപ്പോഴത്തേക്ക് ഇതാ അമ്മ ചോറൊക്കെ എടുത്ത് തരികയാണ്. ഞാനും അമ്മയല്ല, ഞാൻ അമ്മേനോട് എപ്പോഴും പരാതി പറയുന്നൊരു കാര്യമാണ്, അമ്മ എനിക്ക് ചോറ് കുറേ തരുന്നു എന്നുള്ളത്. അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇത്തിരി എന്തെങ്കിലും കഴിക്കുന്ന കുറച്ച് അമ്മ പറയും ആകെ ക്ഷീണിച്ചു, മുഖമൊക്കെ ഒട്ടി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അധികം കഴിച്ച് തടിച്ചു പോകുക എന്നുള്ളത് കൊണ്ട് ഞാനതെപ്പോഴും ഇങ്ങനെ കംപ്ലൈൻറ്റ് പോലെ പറയും കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ച് പിന്നെ ഇതാ കിച്ചണൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്യുകയാണ്. കഴിച്ച് കിച്ചണിലെ പരിപാടികളൊക്കെ തീർത്ത് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ പ്രത്യേകിച്ച് ഒരു പണിയും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ റൂമിലിരുന്ന് കുറച്ച് സമയം ഫോണിലൊക്കെ ഓരോ നോക്കിയിരിക്കും. പിന്നെ എനിക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് ചെയ്യും. അതായത് എന്തെങ്കിലും വീഡിയോ എടുക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിലോ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ ഇന്നലെ ബെഡ്ഷീറ്റ് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് മറന്നുപോയി. പിന്നെ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഓർത്തത് അയ്യോ ബെഡ്ഷീറ്റ് മാറ്റിയില്ലാന്ന്. എന്നാൽ പിന്നെ ഇപ്പം തന്നെ മാറ്റാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒറ്റയ്ക്ക് ബെഡ്ഷീറ്റ് മാറ്റാൻ ഭയങ്കര മടിയാണ്. കാരണം ഇത്രയും വലിയ ബെഡായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് ഇങ്ങനെ ചെയ്യണം. അതിൻ്റെ ഇടയിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ ചെറുതായിട്ട് കുറച്ച് എക്സസൈസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നോട് ഇപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ, ഡയറ്റ് ഉണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല. വർക്കൗട്ടാണെങ്കിലും എനിക്ക് തോന്നുന്ന ദിവസം മാത്രം ചിലപ്പം ചെയ്യും, ചിലപ്പം ചെയ്യില്ല. അങ്ങനെയൊക്കെയാണ്, ഒരു കണ്ടിന്യൂറ്റി ഇല്ല. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ എല്ലാ ദിവസവും വിചാരിക്കും ഇന്നോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ. ഞാൻ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ ഇടയ്ക്ക് ജിമ്മിൽ പോകാറുണ്ട് ഞാനും അശ്വിയും കൂടെ. ഇതിപ്പോൾ ഞാൻ എന്താ പറയുക ഒരു വാമപ്പ് പോലെ അത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഞാൻ കുറച്ചധികം ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാനവിടെ കിടക്കാതെ പറ്റില്ല, ക്ഷീണിച്ചു പോവും. പിന്നെ ഞാൻ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കൂടുമല്ലോ. അപ്പോൾ നേരെ പോയിട്ട് പഴം ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ മുമ്പ് വെയിറ്റ് ഗെയിനിന് വേണ്ടി എല്ലാ ദിവസവും കഴിക്കുന്ന ഒരു സംഭവമാണ് ഇത്. പഴം നെയ്യിലിങ്ങനെ വഴറ്റി കഴിക്കുന്നത്. അതിൻ്റെ കൂടെ ചിലപ്പോൾ കുറച്ച് മുന്തിരി ഇടും, ഈ ഉണക്കമുന്തിരി ഇടും, അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ ഡേറ്റ്സ് അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് കഴിക്കാറ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പഴംപൊരിക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ അന്നൊക്കെ ഞാൻ ആദ്യമൊക്കെ കഴിച്ചിരുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി ഇങ്ങനെ മുറിച്ചിട്ട് 4ആയി കീറി അങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല, നെയ്യിലിങ്ങനെ ആക്കി കഴിച്ചാൽ മതി. ഈ നെയ്യും ഈ
നേന്ത്രപ്പഴം എന്ന് പറയുന്നത് തന്നെ നമുക്ക് തടിക്കാൻ അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള 2 സംഭവങ്ങളാണല്ലോ. അപ്പോൾ വെയിറ്റ് ഗെയിനൊക്കെ വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സംഭവം ഡെയിലി ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ. ശരിക്കും ഡെയിലി 2 നേന്ത്രപ്പഴം കഴിക്കണം എന്നൊക്കെ പറയും, പക്ഷേ ഞാൻ 2 ഒന്നും കഴിക്കാറില്ലായിരുന്നു, ഒരെണ്ണം എന്തായാലും ഡെയിലി കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഒരു കൊറിയർ വന്നത്. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല, അശി ഓർഡർ ചെയ്തതാണെന്ന് മനസ്സിലായി, എന്നോട് പറയാതെ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം നമുക്ക്. അത് ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ അടുത്ത് ഉള്ളത് തന്നെയാണല്ലോ, ഇതെന്താ സെയിം ഓർഡർ ചെയ്തത്, പക്ഷേ ഇത് അതല്ലായിരുന്നു സംഭവം. ഇതൊരു ഷോർട്ട്സും അതിൻ്റെ ടോപ്പും ആണ്. ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഈ ഒരു യെല്ലോ കളറ് നല്ല ഇങ്ങനെ ഒരു ബ്രൈറ്റ്നെസ് തോന്നിക്കുന്ന ഒരു കളറാണ്. പിന്നെ വേറെ ഒരു ഡ്രസ്സും ഉണ്ടായിരുന്നു. രണ്ടും എനിക്കിഷ്ടമായി. എന്നോട് പറയാതെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ വേറെ തന്നെ ഒരു സന്തോഷമായിരിക്കുമല്ലോ. ഇനി അടുത്ത പരിപാടിയാണ് ഈ കാണുന്നത്. ഇത് ചിക്കൻ നാളേക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ രാത്രി ഉണ്ടാക്കി വെക്കാറാണ്, രാവിലെ ഉണ്ടാക്കാൻ സമയം ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ റെഡിയാക്കി അതവിടെ നിന്ന് ആവട്ടെ. പിന്നെ എനിക്ക് രാത്രി ചപ്പാത്തിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു തക്കാളി മുളകിട്ട് ഇങ്ങനെ ഉണ്ടാക്കുവാണ്. അത് ഫസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ട് പിന്നെ ചതച്ച വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് സെറ്റായതിന് ശേഷം തക്കാളി ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് ആക്കി കഴിഞ്ഞാൽ ചപ്പാത്തി കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ്. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുമോ അറിയില്ല. പിന്നെ അതിനിടയ്ക്ക് അശു വന്നിട്ട് പറഞ്ഞു നാരങ്ങാ സോഡ ഉണ്ടാക്കി തരാനായിട്ട്. അപ്പോൾ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഞാനും കുറച്ച് കുടിച്ചു. പിന്നെ അശിക്ക് ചിക്കൻ ഉണ്ട് ചപ്പാത്തിക്ക്, ഞാനിത് ഉണ്ടാക്കി. എനിക്ക് ചിക്കൻ ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് ചിക്കൻ വേണ്ട, എനിക്ക് ഇങ്ങനത്തതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ തക്കാളി കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയത്. എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ചപ്പാത്തിൻ്റെ കൂടെ കൂട്ട് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോൾ ഇഷ്ടമാവും. പിന്നെ നമുക്ക് കിടക്കാനായി. രാവിലെ അത്രയും നേരത്തെ എണീക്കുന്നത് കൊണ്ട് കുറച്ച് നേരത്തെ കിടക്കാറുണ്ട്. പക്ഷേ നേരത്തെ കിടന്നാലും എനിക്ക് എൻ്റെ സമയമാകുമ്പോഴേ ഉറക്കം വരാറുള്ളൂ കേട്ടോ. എൻ്റെ സമയം എന്ന് പറയുമ്പം ഏതാണ്ട് ഒരു 11-11:30 എന്നൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉറങ്ങാൻ പോവട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.